നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ കുറച്ച് ഓഫർ സെയിലാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓഫർ സെയിലിൻ്റെ ഇടയ്ക്ക് കയറി കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. കണക്കിന് ബണ്ടിൽ കണക്കിന് പുതിയ ഐറ്റംസ് വന്നിരിക്കുക. പക്ഷേ അത് കാണിക്കാൻ കാര്യം നമ്മൾ കുറച്ച് സാധനങ്ങൾ ക്ലിയറൻസ് സെയിലായിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ സെമി ടെസറിൻ്റെ കുറേ ഈ സിംഗിൾ പീസായിട്ട് വരുമല്ലോ. നമുക്ക് സെമി ടെസർ വരുന്നതിനകത്ത് 5, 6, 7 കളറൊക്കെ വരുന്നതിനകത്ത് 1, 2 കളറൊക്കെ മിച്ചം വരും. അല്ല റീസ്റ്റോക്ക് വന്നിട്ട് കുറച്ചെണ്ണം മിച്ചം വരും. അങ്ങനെ നമുക്ക് കുറേ സെമി ടെസർ സാരി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഓഫർ സെയിലിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പക്ഷേ അത് എടുത്ത് വെച്ചതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് സെമി ടെസർ അധികമില്ല, എന്നാലും കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ അത് മിസ്റ്റേക്ക് വന്നപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാരി കൂടി ആഡ് ചെയ്ത് കാണിച്ചു. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ക്ലിയറൻസ് സെയിലിന് കാണിച്ചതോ കാണിക്കാത്തതോ എന്തൊക്കെയോ ആയിട്ടുള്ള സാരിയാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പ് പുതിയത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉള്ള ഒരു സംഭവം. അല്ലാതെ ഇത് സാധനം മോശപ്പെട്ടതായിട്ടോ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നിട്ടോ ഇത് തിരികടയായിട്ടോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സാരി. നമ്പർ ഇട്ട് വെച്ചേക്കോണം. ഇതാണ് ആദ്യത്തെ സാരിയെ. ഇത് വരുന്നത് മുന്താണിയുടെ ഭാഗവും ഇതാണ്. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടോ, ബോഡി ഇങ്ങനെയാണ്, ഇങ്ങനെ ലൈൻസ് പോയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഇതെന്ന് ചോദിച്ചാൽ, ഈ സാരി നമ്മൾ സാധാരണഗതിക്ക് ഡെയിലി വീഡിയോ കാണിക്കുമ്പം എല്ലാ സാരിക്കും ഒന്നിലധികം പീസുകളുണ്ട്. 5, 10, 20 അങ്ങനെ പല സാരിയുടെ ഇതനുസരിച്ച് പീസുകളുടെ എണ്ണമുണ്ട്. പക്ഷേ ഇത് ഈ ഒറ്റ പീസേ ഉള്ളൂ. അതാണ് ഡിസ്കൗണ്ട് സെയിൽ ഇപ്പോൾ ഈ ക്ലിയറൻസ് സെയിലിൽ കാണിക്കുന്നത്. ഒരെണ്ണം കൂടെ പീസില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നാ ചോദിച്ചാൽ, നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ബുക്ക് ചെയ്യുക. പിന്നീടത്തെ ഹോൾഡ് ഒരു കാരണവശാലും 1 മിനിറ്റ് പോലും ഹോൾഡ് ചെയ്ത് വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മൾ ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ട് പിന്നെ അത് ഹോൾഡും കൂടെ ചെയ്ത് പിന്നെ അത് വെയിറ്റ് ചെയ്ത് അത് പറ്റില്ലാത്തതുകൊണ്ടാണ്. വേണ്ടവരപ്പം തന്നെ വാങ്ങിച്ചോളുക. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1190 രൂപയാണ്. ഇപ്പോഴത്തെ വില 850 രൂപ. സെമി ടെസറ ഇങ്ങനെ ലൈൻസ് മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ഈ ഒരു സാധനം മുന്താണി. ബ്ലൗസ് കാണിച്ചല്ലോ. ബ്ലൗസ് സെൽഫ് തന്നെ കേട്ടോ, സെൽഫ് തന്നെയാണ് ബ്ലൗസ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാൻ. വേണമെങ്കിൽ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡൊക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു എടുപ്പായിരിക്കും. ഇതിപ്പോൾ വന്നിട്ട് പീച്ച് ഷെയ്ഡ് കേട്ടോ. അടുത്തത് ഇതിൻ്റെയൊക്കെ നമുക്കൊക്കെ എന്തോരം ഞാൻ റീലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ അതിൻ്റെ ബ്ലാക്ക് ഒത്തിരി കളറുകളൊക്കെ വന്നതാണേ. കണ്ടോ, പിങ്കാണ് കളറേ. നല്ല സാരിയല്ലേ. എല്ലാം സെമി ടെസറാണ് കേട്ടോ. ഇത് കാണിക്കുന്ന എല്ലാം സെമി ടെസറാണേ. ബോഡി പ്ലെയിന്, മുന്താണി വന്നിട്ട് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ലൈൻസ് പോകുന്ന മുന്താണി. ബ്ലൗസ് പ്ലെയിൻ, ഒന്നുമില്ല, ബോർഡറും ഇല്ല, ഒന്നുമില്ല, പ്ലെയിന് ബ്ലൗസ്. മുന്താണി ഇങ്ങനെ ഉണ്ട്. നല്ല സാരിയാണ്. ഇതിലെല്ലാം ഒറ്റ പീസേ ഉള്ളെന്നുള്ളതാണ് ഒരേ ഒരു കുഴപ്പം. അതിൻ്റെ വില സെയിം അല്ലേ, 1150 സാരികളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ഇവിടെ ഓഫർ സെയിൽ പ്രകാരം ഉള്ള വില എന്ന് പറയുന്നത് 850 രൂപ. അടുത്ത സാരി ഇത് കണ്ടോ, നല്ല ഇതെല്ലാം വീവിങ് കേട്ടോ, അല്ലാതെ വേറെ പെയിൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ഈ ചെയ്തിരിക്കുന്നത്. കാണിച്ചതും എല്ലാം വീവിങ് തന്നെയാണ്. അതുകൊണ്ട് ഇത് കറുത്തു പോകും അങ്ങനത്തെ ഒരിതും വേണ്ട. ഇപ്പം നല്ലൊരു എന്നാ കളറായത്, റോയൽ ബ്ലൂ ആണോ ഇത്? അല്ലല്ലേ, ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാട്ടോ. എനിക്കിപ്പോൾ ഒരു വെളിവും ഇല്ല. കളറൊക്കെ പോലും ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ ഡിസൈൻ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഒരു വെളിവില്ലാന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, തിരക്കൊക്കെ ഒത്തിരി കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന, അല്ലാതെ വേറെ ഒന്നുമില്ല. വെളിവിലൊന്നും ഒരു കുഴപ്പമില്ല. അയ്യോ, വായി വരുന്നത് കോതയ്ക്ക് വാട്ടെന്ന് പറഞ്ഞാൽ മതിയാ എൻ്റെ കാര്യം. അങ്ങനൊന്നുമില്ല. ആരോ എന്നോടൊരു ദിവസം പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ സ്വയമേ അതും ഇതും പറയരുത്. ഞാൻ അങ്ങനെ സ്വയമേ പറയുന്നത്, നമ്മളെല്ലാ മനുഷ്യർക്കും ഉണ്ടെന്ന് ഇങ്ങനെ അതങ്ങ് സമ്മതിക്കുന്നതിന് എന്നെ ഇപ്പോൾ കുഴപ്പം. എൻ്റെ ചോദ്യം അതാണ്. ആരാ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള? ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും പെർഫെക്റ്റായിട്ട് 100% ദൈവം പോലും സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്നെ അവനവന് ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് അത് സമ്മതിച്ചേക്കാണ്, ഒരു കുഴപ്പമില്ലല്ലോ. അടുത്ത കേട്ടോ, ഇത് ഇച്ചിരി കനം കുറഞ്ഞ സാരി. അത് കണ്ടോ, ഇത്
ഇത് സെമി ടെസറിൻ്റെ സ്റ്റഫാണ് തോന്നിക്കുന്നത്, പക്ഷെ ഒരു ഓർഗൻസ ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ ഇവിടെയോട്ട് നോക്കുമ്പോൾ ആ ഒരു ഗ്ലോ കാണുമ്പോൾ സെമി ടെസറിൻ്റെ അതേ ഒരു സ്റ്റഫ്, പക്ഷെ ഒരു ഓർഗൻസ ഫീലുണ്ട്. ഇങ്ങനെ ബോഡി ഫുള്ള് ചെക്ക് ഡിസൈനാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ കോഫി ബ്രൗൺ കളറ്. ബ്ലൗസ് വരുമ്പോൾ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ബ്ലൗസിൻ്റെ ഇത്. ഇവിടെ വന്നിരിക്കുന്നുണ്ടോ ഈ ഒരു സൈഡിൽ സെറി പോലെ. അത് ടെസർ. ആ ബ്ലൗസേ നോക്കുമ്പോൾ നമുക്കറിയാം ടെസറിൻ്റെയാണ്. അത് ഓർഗൻസയല്ല, ഓർഗൻസയുടെ പോലത്തെ കനമാണ് ഞാൻ പറയുന്നത്. സോഫ്റ്റ് ഓർഗൻസയ്ക്കുള്ള ഒരു സ്ട്രക്ചർ ഇല്ല, ആ ഒരു ഇതാണ് തോന്നിക്കുന്നത്. പക്ഷേ ബ്ലൗസ് നോക്കുമ്പോൾ അറിയാം സെമി ടെസറാണ്. ബ്ലൗസ് ഇതാണ് വന്നിരിക്കുന്നത്. ബ്ലൗസിന് ഈ കളർ വരാൻ കാരണം ഇവിടെ ഇങ്ങനെ ഒരു സെറി പോകുന്നുണ്ട്, ചെറിയ ആ ഒരു ഇതാണ് ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെക്ക് ഡിസൈൻ, അത് മൊത്തം വീവിങ്, ത്രെഡ് വെച്ച് വീവ് ചെയ്തിരിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ആ ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡ്, താഴേക്ക് ലൈൻസ്. സൂപ്പറാണ്. ഇങ്ങനത്തെ ലൈൻസ് വരുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ, പക്ഷെ എല്ലാവർക്കും തരാനില്ല, ഒരാൾക്ക് തരാനുള്ളൂ, ഒറ്റ ഒരെണ്ണമുള്ളൂ. എന്താണ് ഇങ്ങനെ വീതിയുള്ള, അതിൻ്റെ തന്നെ നല്ല വീതിക്ക് ലൈൻസ്. ബ്ലൗസ് ഇങ്ങനെ വരും. ഇതും ഒരു സൈസ് വീവിങ് ആണ്. ഇങ്ങനെ ഒരു പല കളറുകളുടെ ഒരിത്. നല്ല സാരി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ സെയിലിൽ വിടുന്ന നമ്മളെ സംബന്ധിച്ച് ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഓഫർ സെയിലുള്ള സാധനങ്ങൾക്ക് ഒന്നുമില്ല. ഞാൻ ആദ്യമേ പറയേണ്ടായിരുന്നു, മറന്നുപോയി. ഇപ്പോൾ കാണിച്ച സാരിയുടെ വേറൊരു കളറ്, വാടാമുല്ല കളറ്. ഇതൊക്കെ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി, വേഗം ചാടി ആൾക്കാർ വാങ്ങിക്കും. ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു സംഭവമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ വീവിങ് കാണാനായിട്ട് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇത് വരും ബ്ലൗസ്. മറ്റേ സാരിയുടെ അതേ കളർ ചേഞ്ച്, പീച്ച് വാഷും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ. ഇതാ അല്ലേ, ഇവിടെ വന്നിട്ട് പീച്ചിൻ്റെ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇവിടെ വരുമ്പോൾ ആഷ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല ഫങ്ഷൻ, നല്ലതല്ല, വലിയതല്ല, നല്ല ഉദ്ദേശിച്ച് വലിയ ഫങ്ഷൻ നല്ല ഉദ്ദേശിച്ച് ഒരു ചെറിയ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന സാരി. ബ്ലൗസും അത് തന്നെ വരും. അപ്പം നല്ലൊരു ഫങ്ഷൻ ടച്ച് കിട്ടുകയും ചെയ്യും. കണ്ടോ, ഈ ഒരു സാധനമാണ് ബ്ലൗസായിട്ട് വരുന്നത്, ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ. എനിക്ക് കാണിക്കാൻ പോകുന്ന സാരിയൊക്കെ നിങ്ങൾ മിക്കപ്പോഴും വീഡിയോ കാണുന്നവരെല്ലാം കണ്ടിട്ടുള്ള സാരിയാണ്. ഈ അടുത്ത കാലത്ത് പുതിയ സാരിയായിട്ട് കൊണ്ടുവന്ന കാണിച്ച സാരിയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചതുമാണ്. അതിൽ റീസ്റ്റോക്ക് വന്നതിൻ്റെ ബഹളങ്ങൾ കൂടിപ്പോയപ്പം മിച്ചം വന്നതാണ്. ഇതാണ് സാരി. കണ്ടോ, വില എത്രയായിരുന്നു? ഇതിൻ്റെ വില പറയാമോ? അയ്യോ, എവിടെ? ഇതോ, വില നമ്പർ വിലയാണോ നോക്കിയിട്ട് പറയാവേ. ഇത് കണ്ടോ, ഇത് വന്നിട്ടൊരു വൈറ്റ് ഷെയ്ഡ്, എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡർ. അതിൻ്റെ എല്ലാ കളറും ഇല്ല, ഒത്തിരി കളറുണ്ടായിരുന്നു. 6 കളറും 7 കളറും കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കളറുകൾ കൂടെ മിച്ചമുള്ളൂ. അത് റീസ്റ്റോക്ക് വന്ന് തീർന്നു പോകുന്ന. ഇതിൻ്റെ താഴത്തെ ബോർഡറൊക്കെ ഒന്ന് കാണിച്ച്. നല്ല സാരി കേട്ടോ, ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന. മുന്താണി വന്നിട്ട് ഇതേ ഇങ്ങനെ വരും. ബോഡി ഇങ്ങനെ കനം കുറവാണ്, ഇച്ചിരി കനം കുറവാണ്. പക്ഷെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പം ആ കനക്കുറവ് കുഴപ്പമില്ല. ബ്ലൗസ് അത് തന്നെ, ആ ഒരു ഇതുണ്ടോ, മുന്താണിക്ക് വരുന്ന ആ കളറില്ലേ, അത് തന്നെ ബ്ലൗസ്. അങ്ങനെ ഇങ്ങനെ ലൈൻസ് വരുന്ന പോലത്തെ ഒരു സൈസ് വീവിങ്ങും. നല്ല കോമ്പിനേഷൻസ് അല്ലേ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം വില കൂട്ടി എടുക്കണേ. ഞാനിപ്പോൾ ഇതിൻ്റെ വില, എനിക്കത് ഡൗട്ട് വിലയാണോ എന്നാണ്. അപ്പോൾ വില കൂട്ടി, ഇതിൻ്റെന്നല്ല എല്ലാത്തിൻ്റെയും ഇത്
ഇവിടെ വന്നിട്ട് ഒരു ക്രീം പച്ച, ഇവിടെ വന്നിട്ട് വാടാമുല്ല ഷെയ്ഡ്. താഴത്തെ ബോർഡർ ഇങ്ങനെ. എന്നെ കാണിക്കാത്തേ, ഇങ്ങനെ നിന്നാൽ താഴ്വശം കാണിക്കാൻ പറ്റുമോ? മുന്താണി ഇങ്ങനെ. ബ്ലൗസ് ഇത് തന്നെ, ഷെയ്ഡ് കളറ്. സെമി സിൽക്ക് സാരി. ₹820 സാരിയാണ്. ഇപ്പോഴത്തെ വില ₹420. നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറും കോപ്പർ ഷെയ്ഡും. കണ്ടോ, മുന്താണി ഇങ്ങനെ ഇരിക്കും. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ദാ ഈ ഒരു ബോർഡറുമായിട്ട് നല്ല നേവി ബ്ലൂവാ. ബോഡിയെ ഫുള്ള് ബുട്ട, ബോർഡർലെസ്. ബോഡി പ്ലെയിൻ അല്ല, അതിലൊരു സെൽഫ് ഡിസൈൻ ഉണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 420 കേട്ടോ. അയ്യോ, ഇത് പലതും പലതാ, എല്ലാം ഒരേ വിലയ്ക്ക് കൊടുക്കരുതേ. മഞ്ഞയും പച്ചയും. അയ്യോ, ₹960 സാരിയാണ്. ഈ ബോഡിക്ക് മസ്റ്റാർഡ് യെല്ലോ, എന്നിട്ട് ഇത്തേ കൂടെ ഇങ്ങനെ ഒരു എൻ്റെ മുഖത്തും വല്ലതും ഉണ്ടോ, ഇങ്ങനെ ഒരു ഡിസൈൻ അല്ല, ബുട്ട പോകുന്നുണ്ട്. ഇത് വന്നിട്ട് മുന്താണി. ഇപ്പോഴത്തെ വില ₹620. അതും കൊടുത്താ സെമി സിൽക്ക് എല്ലാം കൂടെ ഒന്നിച്ചത്. അത് ഇതാ കൂട്ടത്തിൽപ്പെട്ടതല്ല അത്. നല്ല സാരി അല്ലേ? നമുക്ക് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കിയത് എനിക്കും ഇഷ്ടം കേട്ടോ, ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. കണ്ടോ, ക്രീമും മെറൂണോ അല്ലെങ്കിൽ റെഡിഷ് മെറൂണോ. ഇത് മുന്താണിയാണേ. മുന്താണിയാന്ന് പറഞ്ഞാൽ ഇത് ബുട്ടായൊക്കെ ഉണ്ട്, അതെല്ലാം അകത്തോട്ട് കയറിയിരിക്കുക. മുന്താണി ഇങ്ങനെ വരും, ബോർഡർലെസ്, നല്ല ചന്ദന കളർ കേട്ടോ, നല്ല കളറാണേ. രണ്ടും കൂടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. ബ്ലൗസ് ഈ മുന്താണിയുടെ തന്നെ പ്ലെയിൻ. ഇതാണ് ബ്ലൗസേ ബുട്ടയുണ്ടെന്ന് ചോദിച്ചാൽ ബുട്ട ഉണ്ടെന്ന് പറഞ്ഞാലും അയ്യോ ബുട്ടയുണ്ട്, പക്ഷെ കാണത്തില്ല കേട്ടോ. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ആ ബുട്ടയെ കാണാം. അത് സെയിം കളർ തന്നെയാണ്, ബുട്ടയുണ്ട് ബോഡിയിലെ. 680 അല്ലേ പറഞ്ഞത്? ഞാൻ വില പറഞ്ഞായിരുന്നോ? 620. ഞാൻ വില പറഞ്ഞില്ലല്ലേ മുമ്പേ? ഞാൻ എന്നാൽ മറ്റേൻ്റെ ആയിരിക്കും വില പറഞ്ഞത്. എനിക്കങ്ങനെ വില പറഞ്ഞ ഒരു ഓർമ്മ. ഇതിൻ്റെ നോക്കട്ടെ, ആദ്യം വില നോക്കട്ടെ. അല്ലേ 1050. 1050 സാരി. അയ്യടാ, നല്ല കരിമ്പച്ച ബോട്ടിൽ ഗ്രീൻ കളറ്. ബോഡി ഇങ്ങനെ, മുന്താണി വന്നിട്ട് ഇങ്ങനെ. 1050 സാരിയാണ്. ഇപ്പോഴത്തെ വില 800. നോക്കട്ടെ. ഇത് ബ്ലൗസ്, ഇത് വിത്ത് ബോർഡറുമായിട്ട് ബുട്ടായുമായിട്ടുള്ള ബ്ലൗസ്. ഇതുണ്ടോ, ഇതാണ് ബ്ലൗസ്. ബോർഡറും ഉണ്ട്, ബുട്ടായും ഉണ്ട്. സ്റ്റഫ് സെമി ടസറിൻ്റെ ഫീല് തരുന്ന ഇച്ചിരി കൂടിയ സ്റ്റഫ് ആ സാരി. അത് ആ പച്ച. പല ടൈപ്പ് സാരി കാണിക്കുന്നു കേട്ടോ, എല്ലാം ഒരേ ടൈപ്പല്ല. അവിടുന്ന് ഇവിടുന്നും എല്ലാം കുറേ പെറുക്കി വെച്ചിരിക്കുക. നല്ലതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കൗണ്ട് സെയിൽ സാരി തരുന്നത്? ആർക്കും ഇല്ലാതെ പോകുന്നതിലും ഭേദമല്ലേ അല്ലേ? അങ്ങനെയൊന്നും പോകത്തില്ല, ഷോപ്പിലോട്ട് വെച്ചാലും പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പുതിയ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം അല്ലേ? എപ്പോഴും പുതിയ സംഭവങ്ങൾ. ഞങ്ങളുടെ കടയിൽ വന്നാൽ സത്യമായിട്ട് ഞാൻ പറയുക, SP അടിക്കുമല്ല. ഞങ്ങളുടെ കടയിൽ വന്നാൽ വരുന്നവർക്കറിയാം, എപ്പോഴും പുതിയ സാധനങ്ങളുണ്ട്. ആഴ്ച 2-3 തവണ പുതിയ സാധനങ്ങൾ വരും. ഇപ്പോൾ പറയാൻ വേണ്ട, ഇപ്പോൾ പുതിയ കടകൾ വന്നു കഴിയുമ്പോൾ എല്ലാവരും വരണം കേട്ടോ. വരൂ. പിന്നെ ബ്ലാക്ക്
ഇതുണ്ടല്ലോ ഒരു നമ്മുടെ സെമി സിൽക്കി ആയിട്ടുള്ള ഒരു സൈസ് മെറ്റീരിയലാണ് ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്ന ഈ മെറ്റീരിയൽ കേട്ടോ. പ്രിൻറ്റഡ് സിൽക്കിൻ്റെ ഒക്കെ ഒരു കോപ്പി പോലത്തെ ഒരു മെറ്റീരിയലാണ്. ബ്ലാക്ക് കളറ്. ഇതിന് വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല, വേറെ പീസും അവൈലബിൾ അല്ല. ഇതൊരെണ്ണേ ഉള്ളൂ. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല ഡാർക്ക് ബ്ലാക്കാണ്. ബ്ലൗസ് ഇത് ചെറിയ ബുട്ടായുമായിട്ട് ബ്ലൗസ്. ഞാൻ ഇന്നലത്തെ സാരിക്കകത്ത് ഇതിൻ്റെ മോഡൽ സാരി ഇതല്ല, സെയിം ഇതല്ല, മോഡൽ കാണിച്ചിട്ടുണ്ട്. വില പറഞ്ഞില്ല അല്ലേ? 899 രൂപയുടെയാണ്. അയ്യോ, ഇത് 800. നോക്കിയിട്ടിട്ടാൽ മതി. ഡിസ്കൗണ്ടിൻ്റെ വിലയാണോ? നോക്കിയിട്ടിട്ടാൽ മതി. സ്ക്രീനിലുണ്ട് കേട്ടോ, സ്ക്രീനിൽ നോക്കിയാൽ മതിയേ. അതിന് ഡിസ്കൗണ്ടിൻ്റെ എത്ര മതി എന്നാ. അപ്പം കുറച്ച് സാരി കാണിച്ചുള്ളൂ. കുറച്ച് സാരി പുത്ത സാരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുവാന്നേ. അതൊന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കമ്പനി ഓടണ്ടേ അല്ലേ? എത്ര പേർക്ക് സാലറി കൊടുക്കാനുള്ളതാണ്. നമുക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അന്തോ കുന്തോ ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാലേ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ ബിസിനസ് മാത്രം നോക്കി, ബിസിനസ് ആ ഒരു ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ എത്ര ഫാമിലീസിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും കൂടെ നോക്കണം. അപ്പം നമ്മൾ അത്രയും അലേർട്ടായിട്ട് നിന്നാലേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ സേഫ് ആവുള്ളൂ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക്. സത്യമായിട്ട് ഞാൻ ചുമ്മാ പറയുന്നതല്ല, എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത്, എൻ്റെ മാത്രം കാര്യമല്ല പറഞ്ഞത്, എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും പല കാര്യങ്ങളും അലേർട്ടായിട്ടിരിക്കണം. അല്ലാതെ കുറച്ച് ഉണ്ടു ഉറങ്ങി അങ്ങനെ ജീവിച്ചാൽ പോരാ അല്ലേ? പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പൊതുവെയുള്ള പെണ്ണുങ്ങളെല്ലാം എല്ലാ കാര്യത്തിലും ഇപ്പോൾ പ്രത്യേകിച്ചും നല്ല അലേർട്ടാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. വരവും ചിലവും അനുസരിച്ച് ചിലവാക്കാനും, പിള്ളേരുടെ കാര്യങ്ങളാണേലും അവരുടെ പോക്കും വരവും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് വരുത്തി തീർത്തിട്ട് പക്ഷേ ശ്രദ്ധിക്കണം. ഈ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പുറകെ നടന്നാൽ നിങ്ങളെ ശല്യം ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ? കാര്യം പഠിപ്പിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല. എന്നെ കഴിഞ്ഞ് അറിവുള്ള ധാരാളം ആൾക്കാരുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടുന്ന് ഭയങ്കര ആക്ഷൻസ് വരുന്നു. ഞാൻ കണ്ടില്ലാതെ സ്ക്രീനിലോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ കൺകോണിൽ കൂടെ കാണാം ഇങ്ങനെയൊക്കെ വെക്കുന്ന ഗോഷ്ടി കാണിക്കാൻ ഭയങ്കര മിടുക്കാണല്ലോ. അതിനുള്ള മിടുക്ക് വേറെ എല്ലാത്തിനും കാണിക്കാതിരിക്കുന്നതല്ലായിരുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.